പശ ഒരു തിളക്കമുള്ള തുണി ഇത് അകത്താക്കിയിടണം. വരയ്ക്കുക ഇതേട്ടെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി നമ്മൾ ഇതെടുത്ത് അങ്ങോട്ട് വെച്ചു. ചിലപ്പോൾ മുകളിലൊരു 1/4 ഇഞ്ച് തുമ്പ് നമ്മൾ വിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പോയിൻ്റിൽ നിന്നൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം വയ്ക്കാൻ. ഇവിടെ നമുക്ക് തുണി തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. അതിൽ നിന്നും അതായത് എത്ര ഇഞ്ചാണോ നമ്മൾ അകലം കാണിച്ചത്, ഇത് 1.25 ആണെങ്കിൽ ഇത് 2 ഇഞ്ച് എടുത്തു. ഇറക്കം നമ്മൾ പോയിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടാണ് വരുന്നത്. അതിനെക്കാട്ടിലും 1 ഇഞ്ചും കൂടെ ഇട്ട് വേണം നമ്മളത് പോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് ഈ 2 ഇഞ്ച് നമുക്ക് ചതുരമാക്കാം. ഏത് കഴുത്താണോ നമ്മൾ വരച്ചത് ആ കഴുത്ത് ഇതിവിടയിലോട്ട് വരച്ചു കൊടുത്തു. കണ്ടോ, ഈ 1 ഇഞ്ചെന്ന് പറയുന്നത് സ്റ്റിപ്പിൻ്റെ വീതിയാണ്. ഞാൻ അളന്ന് കാണിക്കാം. 1 ഇഞ്ച് പോയിൻ്റ് ചെയ്തു, താഴെ 1 ഇഞ്ച് പോയിൻ്റ് ചെയ്തു. എന്നിട്ടത് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കാം. നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് തയ്ച്ചാൽ മതി. ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ തയ്ക്കുകയാണ്. തയ്ച്ച് കാണിക്കാവേ. ഇപ്പം കുഞ്ഞു കൊച്ചിനല്ലേ, അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന കൈനീളം 5 ഇഞ്ചാണ്. നമ്മളത് ഇത് 4ആയിട്ട് ശരിക്കും നല്ല പഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വീതി ഇട്ട് കൊടുക്കുന്നോ അത്രയും പഫ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് 4ആയിട്ട് അങ്ങോട്ട് മടക്കുക. 4ആയിട്ട് മടക്കി. ഇത്രയും വീതിയൊന്നും വേണ്ട. ഞാനല്ലേ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. 6-1 വണ്ണം + 2 ഇഞ്ചാണ് സാധാരണ കൈവണ്ണം. 6-1 വണ്ണം ഇത് 3.5, 3.5 2 5.5 നമ്മൾ പോയിൻ്റ് ചെയ്തു. പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് പഫ് ഇടാനായിട്ടൊരു 3 ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം 5.5 3 8.5 ഇട്ട് കൊടുക്കാം. എട്ടരയുടെ ബാക്കി ഞാൻ കട്ട് ചെയ്യുവാണേ. പഫ് ഒത്തിരി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. 2 ഇഞ്ച് ഇട്ടായാലും 1.5 ഇഞ്ച് ഇട്ടിട്ടായാലും നമുക്ക് പഫ് തയ്ക്കാം. ഇത് കുടം പോലെ നല്ലതുപോലെ പഫ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ 3 ഇഞ്ച് ഇട്ട് കൊടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് ഇട്ടായാലും നമുക്ക് പഫ് തയ്ക്കാം. 1 ഇഞ്ച് ഉണ്ടെങ്കിലും 2-3 ഞുറ് വിട്ട് നമുക്ക് തുണി തയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കൈനീളം 5.5 5.5 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡിസൈനുണ്ട്. അപ്പോൾ ഏത് ഡിസൈൻ കട്ട് അതൊക്കെ നോക്കിയിട്ട് വേണം തുണി കട്ട് ചെയ്യാൻ. കണ്ട ഇത് നല്ല ഡിസൈനല്ലേ, അപ്പോൾ അത്രയും ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിപ്പം സൈഡിൽ പടി പിടിപ്പിക്കാനാണ്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 6 ഇഞ്ചിൽ നിന്നും 12-1 വണ്ണം +1/2 ഇഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് പോകും. അതിൻ്റെ 2.5 ഇഞ്ച് ഇവിടെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇവിടോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കൈവണ്ണം കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ്? 12-1 വണ്ണം + 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് നമ്മൾ നോക്കിയിട്ട് വേണം ഇതിങ്ങനെ വരയ്ക്കാൻ. നമ്മൾ അധികത്തിൽ 5.5 ഇഞ്ച് വണ്ണം കൊടുത്തായിരുന്നു അല്ലേ? ആ 5.5 നോക്കണേ. എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് 5.5 നോക്കണം. 5.5. ഈ 5.5യുടെ ബാക്കി നമ്മളിവിടെ പോയിൻ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ അടയാളം കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? നമുക്ക് ഞുറ് വിടാനാണ്, ഞുറിഞ്ഞു കൊടുക്കാനാണ്. നമുക്ക് ഇവിടെ ഞുറിഞ്ഞു കൊടുക്കാനാണ്. ബാക്കി നമുക്ക് കൈക്കുഴിയിലോട്ട് തയ്ക്കാനാണ്. ഇപ്പം മനസ്സിലായോ? ഇത്രയുമായി. അപ്പം നമുക്ക് കൈയായി, ബാക്കും ഫ്രണ്ടുമായി. ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾക്ക് ഫ്രണ്ട് ഓപ്പൺ പറഞ്ഞിട്ടില്ല. ഓപ്പൺ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഫ്രണ്ട് പീസ്
ചിലർ പറയും ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് പറയും, അല്ലെങ്കിൽ ബാക്ക് ഓപ്പൺ ആണെന്ന് പറയും. എങ്ങനെയാണോ പറയുന്നത് അതിൻ്റെ അനുസരിച്ച് ഒന്നീ ബാക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് പടി പിടിപ്പിച്ച് കൊടുക്കണം. ആ പടി പിടിപ്പിക്കുന്നത് ഇത് ഇപ്പോൾ ഓപ്പൺ അല്ല, അടുത്ത ഒരു പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ പടി പിടിപ്പിക്കുന്നത് പറഞ്ഞു തരാം. ഇത് ഓപ്പൺ പറഞ്ഞിട്ടില്ല. നമുക്ക് ലോങ് ബ്ലൗസ് വെട്ടിത്തീർന്നു. നമ്മൾ ഇത് ബാക്ക് പീസാണ്, ലൈനിങ്ങും കൂടെ എടുക്കാം. ടക്കിട്ട് കൊടുക്കണം. ആദ്യം രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ആദ്യം ടക്കിട്ട് കൊടുക്കണം. ഞാൻ നോട്ട് പോലെ തരാം. പിന്നെ ഇത് ഫ്രണ്ട് പീസാണ്. നമ്മൾ സ്റ്റിഫ് വെക്കുവാണ്, അതുകൊണ്ട് കഴുത്ത് വെട്ടിയിട്ടില്ല. സ്റ്റിഫ് വെക്കുന്നത് കൊണ്ട് കഴുത്ത് വെട്ടരുത്. സ്റ്റിഫ് വെട്ടിയതിന് ശേഷം അത് തയ്ച്ചതിന് ശേഷമേ കഴുത്ത് വെട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ചെയ്ത് കാണിക്കാം. പിന്നെ കൈയാണ്. കൈ നമുക്ക് തയ്ച്ചിട്ട് ഇതിൻ്റെ തുമ്പത്ത് പടി പിടിപ്പിക്കണം. അത് ഞാൻ വിവരിച്ച് ഞാൻ കാണിക്കാം. നമ്മൾ ഇത് തയ്ക്കുന്നത് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഞാൻ നാളെ തന്നെ ഇടാമേ.